guys. Now we will tassel പഠിക്കാൻ പോകുന്നത്. സാരിയുടെ തലപ്പിലാണ് നമ്മൾ ടാസൽ ഇടാൻ പോകുന്നത്. അതും ഡബിൾ ഷെയ്ഡ് ആയിട്ട്. പലർക്കും ഇത് അറിയില്ല. ഒരു ടാസൽ സാരിയുടെ എഡ്ജ് ടാസൽ ഇടാൻ സ്റ്റാർട്ടിങ് ഒരു 250 to 350 പിന്നെ എബവ് ആണ് പോകുന്നത്. ക്രോഷ്യോ വർക്കിനനുസരിച്ചിട്ട് പ്രൈസും കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡബിൾ ഷെയ്ഡ് ആയിട്ട് എങ്ങനെയാണ് ടാസൽ ഇടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മുടെ സാരി യെല്ലോ വിത്ത് ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 കളർ ഒരു ടാസലിൽ വരുന്ന രീതിയിൽ. നമുക്ക് ടാസൽ ഉണ്ടാക്കുന്നതിനായിട്ട് നൂലുകൾ ആദ്യം ചുറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബുക്കാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ റൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. 50 വട്ടം അല്ലെങ്കിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ടോട്ടൽ വേണ്ടത് 100 ആണ്. യെല്ലോ 50, അതേപോലെ തന്നെ ബ്ലൂവും 50. അങ്ങനെ ഈക്വലായിട്ട് വേണം 2 കളറും എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നൂലിങ്ങനെ താഴെയിട്ട് ചുറ്റുമ്പോൾ എല്ലായിടത്തേക്കും പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്തെങ്കിലും ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കോ നൂലിടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനുശേഷം എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ ഒരു എഡ്ജ് വശം കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒക്കെ സ്പ്ലിറ്റായി പോവും. ഞാൻ ത്രെഡിൻ്റെ എഡ്ജ് വശം ഒട്ടിക്കുന്നതിനായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നൂലിൻ്റെ അരികുവശത്ത് ആവശ്യാനുസരണം ഗമ്മ് ഇടുന്നതാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒക്കെ കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഓരോ ഹോളിലേക്കും ഈ നൂലാണ് കയറ്റേണ്ടത്. ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് അങ്ങോട്ട് സെറ്റായിക്കോളും. ഇതിൻ്റെ ചുളിവുകൾ നിവരുന്നതിനായിട്ട് അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല ചൂടിൽ തേക്കരുത്. സിൽക്ക് നൂലായ കാരണം തന്നെ ഒരുക്കി പോകാൻ ചാൻസ് ഉണ്ട്. ചൂട് കൺട്രോൾ ചെയ്തിട്ട് തേക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ 50 ഇഴ എടുത്തിട്ട് 50 ഇഴയിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 4 എടുത്തിട്ടുണ്ട്. ബ്ലൂ 2, യെല്ലോ 2. ഇതിൻ്റെ എഡ്ജ് വശം നമ്മളിപ്പോൾ ഗമ്മിട്ടുള്ളത് ഒന്ന് മൊനമാരി നിൽക്കുന്നൊന്ന് വെട്ടി ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് സാരിയുടെ തലവശം നമ്മൾ ഇന്റർലോക്കോ പീക്കോട്ടിങ്ങോ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്ത് ഉപയോഗിക്കുക? ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ടാണ്. ത്രെഡ് കട്ടറിൻ്റെ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഹോളും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ചിട്ട് സാരിയുടെ മൊത്തം വിഡ്ത്ത് നോക്കുക. അതിനുശേഷം അതിനെ എത്ര ഇഞ്ചായിട്ടാണോ നമ്മൾ എത്ര ടാസൽ ഒരു സാരിയുടെ എഡ്ജിൽ വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ സാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസാണ്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് വീതമാണ് നമ്മൾ ഓരോ ടാസലിൻ്റെയും ഗ്യാപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ബിഗിനേഴ്സിനും വളരെ എളുപ്പമാണ്. ഇത് നമുക്കധികം ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കിത് നിഷ്പ്രയാസം ഒരു മോഡൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സിംഗിൾ ഷെയ്ഡ് ഉണ്ട്. നൂലും താഴത്തേക്കും അതേപോലെ തന്നെ ഒരു 50 നൂല് മേലേക്കും നിൽക്കും. അങ്ങനെ പല പല ഡിസൈൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം നീല കളർ നൂലാണ് ഇട്ടത്. അതിനുശേഷം നീല നൂല് നല്ല ടൈറ്റായിട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഹോളിൽ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, യെല്ലോ നൂല്
കോർക്കാണ് ചെയ്യുന്നത്. രണ്ട് നൂലും മിക്സ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ നോട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഗോൾഡൻ നൂല് ഉപയോഗിച്ചിട്ട് കെട്ടാണ് ചെയ്യുന്നത്. ഞാൻ കെട്ടുന്നത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് കെട്ടുന്നത്. കെട്ടുമ്പോൾ കെട്ട് ലൂസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നല്ല ടൈറ്റിൽ കെട്ടാൻ ശ്രദ്ധിക്കണം. ഇതിനെ പലയിടങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. തലപ്പാവ് കെട്ടുക, പിന്നെ കുച്ചിടുക, അങ്ങനെ കുറേ പേരിലുണ്ട്. ഇത് ടാസലിടുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. നമുക്കിത് സിംഗിൾ ചെയ്യാനായിട്ട് 250 വരുന്നു. പിന്നെ അതിനനുസരിച്ച് ഡിസൈൻ വ്യത്യാസമാവുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മേലേക്ക് കയറി പോകാണ്. ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ഇടാൻ വേണ്ടി നമുക്കൊരു 350 റേഞ്ച് വരും. നമ്മൾ ടാസലിടുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് വേണം ടാസലിടാൻ, ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് ചെയ്യരുത്. ചീത്ത വശത്തു നിന്ന് വേണം ടാസൽ ഇറക്കാൻ. കാരണം നമ്മുടെ ടോപ്പ് സൈഡിൽ നൂല് കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ഫ്രണ്ടാണ്. ഫ്രണ്ട് ഭാഗത്തിൽ അപ്പോൾ നൂലൊക്കെ ഒപ്പായിരിക്കും. അപ്പോൾ ഫിനിഷിങ് കിട്ടാൻ ബാക്ക് സൈഡായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് സൈഡിൽ നിന്ന് വേണം ഫ്രണ്ട് സൈഡിലേക്ക് നൂല് കോർക്കാൻ. നമ്മൾ സാരി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റോ സാരിയുടെ മേലെ വെക്കേണ്ടതാണ്. കെട്ട് ലൂസാവാതിരിക്കാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് അതേ വലിപ്പം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഒരെണ്ണം വലിപ്പ വ്യത്യാസം വരാതെ എല്ലാം ഒരേ ലെങ്ത് വൈസിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ കെട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഇടുന്നത്. അധികം കനത്തിലിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സാരിയുടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ അവസാനത്തെ ടാസലാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ നമ്മുടെ സാരിയുടെ ടാസലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കെട്ട് അഴിഞ്ഞു പോകാതിരിക്കാൻ എല്ലാ നോട്ടിൻ്റെ മേലെയും ഇത് ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ച് നോട്ടിൻ്റെ മേലെ അല്പം ഗമ്മ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടാസൽ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. See you with another video. Bye.